ഒരു പോസ്റ്റർ ശ്രദ്ധയപ്പെട്ടു. അയ്യപ്പന്മാരുടെ കണ്ണ് നനയ്ക്കരുത് എന്നൊക്കെ ആവശ്യപ്പെട്ട് ഒരു പ്രതിഷേധ ഭജനയൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോഴേ RSSന്റെ പുതിയ എന്തെങ്കിലും ഉഡായിപ്പ് പരിപാടി ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ പോസ്റ്റ് ഇറക്കിയത് ആരാണെന്ന് അറിഞ്ഞപ്പോ ഇരട്ടകളെ കണ്ട ഒരു അതിശയായിട്ടോ എനിക്ക്. സത്യം പറയലോ, ഒന്ന് അമ്പരന്ന് പോയി. ജില്ലാ കോൺഗ്രസ് പാലക്കാടാണ് ആ പോസ്റ്റർ ഇറക്കിയതേ. ഇരട്ടകളെ കണ്ടെത്താൻ പോലും ഒരു മാർഗമോ അല്ലെങ്കിൽ കാക്കപ്പുള്ളി പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണാതിരിക്കില്ല. പക്ഷെ ഇത് കടുപ്പം തന്നെ സ്വാമി. പാലും പഞ്ചസാരയും വെള്ളവും പോലെ കോൺഗ്രസും RSSും വർഗീയതയും ചേർന്ന് അലിഞ്ഞു പോയിരിക്കുന്നു. ഇത് കാണുമ്പോൾ എങ്ങനെ അമ്പരക്കാതിരിക്കും? സ്വന്തം അച്ഛനെ കാണാതെ അപ്പ എന്ന് വിളിച്ചു കരയുന്ന ഇതര സംസ്ഥാനക്കാരനായ ബാലനെ പോലീസ് ഇടപെട്ട് ആശ്വസിപ്പിക്കുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛനെ കണ്ടെത്തി കുട്ടിക്ക് അരികിൽ എത്തിക്കുന്നതും ടാറ്റ പറഞ്ഞ് കുട്ടി സന്തോഷത്തോടെ മടങ്ങുന്ന സംഭവത്തിന്റെ പകുതി ഭാഗം, അതായത് തൊഴുത് കരയുന്ന കുട്ടിയുടെ വീഡിയോ മാത്രം എടുത്ത് രാജ്യമൊട്ടുക്കെയുള്ള സംഘി പേജുകളിലൂടെ കേരളം ഹിന്ദുക്കൾ ആക്രമിക്കുന്നു എന്ന തലത്തിൽ വൻ പ്രചരണം നടത്തുമ്പോഴാണ് കോൺഗ്രസും അതേ വർഗീയതയുടെ ചൂടുപിടിച്ച് പ്രചരണം കൊഴിപ്പിക്കുന്നത്. ഇതൊന്നും പോരാതെ മറ്റൊന്നുകൂടിയുണ്ട്. അതിനു മുമ്പ് നിങ്ങളൊരു വീഡിയോ കാണണം. കുഞ്ഞുങ്ങളെയൊക്കെ കയറ്റിവിട്ടു. മോനെ 9 മണിക്ക് എടുത്തിങ്ങോട്ട് മോനെ പേരെന്താ? മോളെ മോന്റെ പേരെന്താ? എത്ര മണിക്കൂറായി കാത്തു നിൽക്കുന്ന? ഭക്ഷണം കഴിച്ചോ? കഴിച്ചോല്ലോ? കഴിച്ചില്ല. വെള്ളം കുടിച്ചു വല്ല ഹോട്ടല് ഇല്ല. ഈ കുഞ്ഞുങ്ങൾക്ക് വിളിച്ച് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റും? എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. വെള്ളം കിട്ടുന്നുണ്ടോ? വെള്ളം കുടിച്ചോ? വെള്ളം കൊടുക്കുന്നില്ല. കുടിച്ചോ? കുടിച്ചോ? യഥാർത്ഥ ദുരിതമായത് ശബരിമലയിൽ പോയി കുട്ടികളെ ചേർത്ത് പിടിച്ച് മോളെ മോനെ എന്നൊക്കെ വിളിച്ച് മോങ്ങുകയാണ് തിരുവഞ്ചൂരും ടീമും. ആ കുട്ടി കരയുന്ന വീഡിയോയുടെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ ഷോ പ്രഹസനം? വേറൊന്നുകൂടി ഉണ്ട് കേട്ടോ. ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നിന്ന് ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ വന്ന് ശബരിമലയെ പൊക്കിയെടുത്ത് ചുമലിൽ വെച്ച് സംരക്ഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് കോൺഗ്രസ് MP മാരുടെ മറ്റൊരു ഷോ. കേരളത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ ഒരക്ഷരം മിണ്ടാത്തവരാണെന്ന് ഓർക്കണം. വർഗീയതയെ കൂട്ടുപിടിക്കുന്ന RSSന്റെ ഒപ്പം നിന്ന്, അതായത് വർഗീയത തന്നെ പ്രചരിപ്പിച്ച് നിലനിൽപ്പിനുള്ള വഴിയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനധികം ആയുസില്ല കേട്ടോ. അധികം വൈകാതെ തന്നെ കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിൽ ജനം മണ്ണിടും. കാരണം വർഗീയതയ്ക്ക് ഇവിടെ ഇടമില്ല എന്നതുകൊണ്ട് തന്നെ.